പിന്നെ എൻ്റെ അച്ഛൻ കൃഷിപ്പണിയായിരുന്നു. എൻ്റെ അച്ഛനെ റബ്ബർ വെട്ടി പുള്ളി പഠിപ്പിച്ച് പിന്നെ ഇവർ രണ്ടുപേരുമായി ജോലിക്ക് പോക്ക്. അപ്പം അങ്ങനെ പിന്നെ സ്വതവേ നാട്ടുകാർ മൊത്തം പറയുമല്ലോ എൻ്റെ അച്ഛൻ പിന്നെ ഇങ്ങനെ വിളിച്ച് കയറ്റി അങ്ങനെയുള്ളതൊക്കെ പറഞ്ഞു. പിന്നെ നമുക്ക് അവിടെ വെള്ളത്തിന് ബുദ്ധിമുട്ട്, പണിക്ക് ബുദ്ധിമുട്ടൊക്കെ ആയപ്പോൾ നമ്മൾ അവിടെ നിന്ന് വിറ്റിട്ട് അമ്മയുടെ നാട് ഇവിടെ തൃശ്ശൂരാണ്. അപ്പം അങ്ങനെ അമ്മയുടെ അച്ഛൻ്റെ എല്ലാവരും റബ്ബർ വെട്ടുകാരാ എൻ്റെ ഫാമിലി മൊത്തം. അപ്പം അങ്ങനെ ആ ഒരു ഇതിലേക്ക് വന്നു. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ കല്യാണം കഴിച്ചു, ഞങ്ങൾ വേറെ മാറി. അപ്പൊ വളരെ ചെറുപ്പത്തി അത് കൊള്ളാം. ഭർത്താവിന് പെണ്ണ് കാണാനായിട്ട് ഇവിടുന്ന് ഞാനും അച്ഛനും ചേട്ടനും കൂടിയാ പോയെ. ഇത് നിങ്ങൾ എപ്പോഴെങ്കിലും പറഞ്ഞിങ്ങനെ? ഞങ്ങൾ പറയാറുണ്ട്, ഞങ്ങൾ എപ്പോഴും പറയാം. അല്ല, അതൊക്കെയാണ് എന്നെ കൂടുതൽ അറിയാൻ പുള്ളിക്ക്. അത്രയും ചെറുപ്പത്തിലേ തുടങ്ങി പണ്ട് തൊട്ടേ അറിയാം. അതായത് ഒരു ഹസ്ബൻഡ് വൈഫും ഉള്ള ഒരു ബന്ധമല്ല ഞങ്ങൾ തമ്മിൽ ശരിക്കും പറഞ്ഞ ഒരു ഫ്രണ്ട്സ് ആണ്. അല്ലെങ്കിൽ എന്നെ ചിലപ്പോൾ ഉപദേശിക്കും, ചിലപ്പോൾ ചീത്ത വിളിക്കും, ചിലപ്പോൾ ഞാൻ ഡാന്ന് വിളിക്കും, പോളാന്ന് വിളിക്കും. അങ്ങനെ ഒരു സ്നേഹമാണ് ഞങ്ങൾ തമ്മിൽ. അത്രയും ചെറുപ്പത്തിലേ തുടങ്ങി ഞങ്ങൾ ഒരുമിച്ചുമാണ്. എൻ്റെ അച്ഛനമ്മ, അനിയത്തി, ഞാന്, ചേട്ടൻ, ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഒരു വീട്ടിലായിരുന്നു. പിന്നെ ഞങ്ങൾ കല്യാണം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ മാറിയത്. അപ്പൊ ഞങ്ങൾക്ക് സ്ഥലം മേടിച്ചിട്ടാണ് ഞങ്ങൾ കാഞ്ഞിരപ്പള്ളി മുനിപ്പാറ എന്ന് പറയും, നമ്മുടെ അതിരപ്പള്ളി റൂട്ട്. അവിടെയായിരുന്നു ഞങ്ങൾക്ക് സ്ഥലവും കാര്യങ്ങളൊക്കെ. 15 സെന്റ് സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് ഞങ്ങൾ മേടിച്ചപ്പം ഒരു ചെറിയ ഷെഡായിരുന്നു ഞങ്ങൾ മേടിച്ചത്, ചെറിയ വീടാ അത്. പിന്നെ ഞങ്ങൾ ലോണൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പണിതു.